കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരം പുനരാരംഭിക്കാൻ സമരസമിതി. നാളെ വൈകിട്ട് 4 മണിക്ക് അനിശ്ചിതകാല സമരം തുടങ്ങും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, ഫ്രഷ് കട്ടിനെതിരായ സമരം അത് പുനരാരംഭിക്കാനാണോ ഇപ്പോൾ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്? ദിലീപ് കുമാർ, ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിലായിരുന്നു ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത്. അനുമതി നൽകിയതിന് പിന്നാലെ തന്നെ പ്രദേശവാസികളും സമരസമിതിയും പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരം പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് സമരസമിതി കടന്നിരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് അമ്പലമുക്കിലായിരിക്കും സമരം നടത്തുക. MN കാരശ്ശേരിയായിരിക്കും സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനകത്ത് ഏറ്റവും പ്രധാനമായും ഇന്ന് പുറത്തുവന്നൊരു പ്രതികരണം എന്നത് DYFIയുടെ പ്രതികരണമായിരുന്നു. CPIM DYFIയും രണ്ട് തട്ടിലാണെന്നുള്ള ഒരു ആരോപണം കൂടി നേരത്തെ നിലനിന്നിരുന്നു. ആ DYFI ഇന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം എന്നത് ഈ ഫ്രഷ് കട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം ആണ് സമരസമിതിയുടെ ഭാഗത്ത് നടത്തുന്നത്. അതിന് പൂർണ്ണമായിട്ട് പിന്തുണ നൽകുമെന്നായിരുന്നു DYFI പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇപ്പോൾ CPIM താമരശ്ശേരി ഏരിയ സെക്രട്ടറി ഇപ്പോൾ തന്നെ നമ്മൾ 24നോടൊപ്പം ചേരുകയാണ്. DYFI ബ്ലോക്ക് സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞത്. ഫ്രഷ് കട്ട് അത് തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, ഏതറ്റം വരെ മുന്നോട്ട് പോകും. അത് തന്നെയാണോ CPIMന്റെ നിലപാട്? ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി നടത്തിയുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാതെ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ്. ഇപ്പോഴും ഗുരുതരമായ രൂപത്തിലേക്കുള്ള ചില പ്രശ്നങ്ങൾ തുടരുകയാണ് അവിടെ. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. ജനങ്ങൾക്കുള്ള ഗുരുതരമായ രൂപത്തേക്കുള്ള ആശങ്കയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് CPIMന്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയും പറഞ്ഞത്. ഈ പ്രശ്നങ്ങളെ, ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഗൗരവമായി കണക്കിലെടുത്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ആ പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ പാടുള്ളൂ എന്നാണ്. അതുതന്നെയാണ് ദിലീപ് കുമാർ വ്യക്തമാക്കുന്നത്. DYFIയുടെ നിലപാടിനൊപ്പം തന്നെയാണ് CPIM ഉള്ളത്. ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടിക്കെതിരെ, ഉടമകൾക്കെതിരെ ഒരു പ്രതിഷേധവുമായി സമരസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിൽ CPIM പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇതോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി സമരസമിതി നാളെ മുതൽ സമരം ചെയ്യാൻ പോകുകയാണ്. ദിലീപ് കുമാർ, കോഴിക്കോട്ട് അറവ് മാലിന്യ സംസ്കരണശാലയ്ക്കെതിരായ പ്രക്ഷോഭത്തിൽ CPIMും പങ്കെടുക്കുന്നതിന്, നാട്ടുകാർക്കൊപ്പം പങ്കെടുക്കുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും YS അഭിനന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.